സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കണേ. ആദ്യം തന്നെ നമുക്ക് ഇന്ന് ചക്ക കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി 2 ചക്കയാണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് നല്ല അടിപൊളി പഴുത്ത വരിക്ക ചക്കയും അതുമാതിരി മൂക്കാത്ത ഈ ഒരു ചക്ക. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടും അവിയൽ ഉണ്ടാക്കാൻ പറ്റിയ ചക്ക ഇതാണ്. അതുകൂടാതെ നമ്മളെ മൂത്ത ചക്കയും കൂടെ മൂത്ത ചക്കയുടെ ചക്കക്കുരുവും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും വെച്ചാണ് നമ്മൾ അടിപൊളി നാടൻ എന്താ പറയുക ചക്ക അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ചക്കയെ നമ്മുടെ ഓരോ ചുളയെന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ നമ്മുടെ തേങ്ങ തിരുകുന്ന ഇതില്ലേ, അത് നമ്മൾ ഈ ഒരു സംഭവം ഇതിന് നമ്മൾ ചിരവ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയുന്നതും കൂടെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞേക്കണേ. നല്ലതല്ലേ, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതുമാതിരി ഒരു തേങ്ങയുടെ പകുതി മുറി, അതായത് അരമുറിയാണ് എടുത്തിട്ടുള്ളത്. അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ചക്ക ഉണ്ടല്ലോ, നിങ്ങൾ ഇതുമാതിരിയാണ് കേട്ടോ നമ്മുടെ ചക്കക്കുരുവിനെ നല്ല നെറുകയാണ് കീറിയിട്ടേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും വച്ചിട്ടാണ് കേട്ടോ ഇന്ന് അടിപൊളി ഒരു ചക്ക അവിയൽ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അരപ്പിലോട്ട് പോകാം. തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, വെളുത്തുള്ളി, ഇത്രയാണ് നമുക്ക് അരപ്പിന് വേണ്ട സാധനങ്ങൾ. ഒരുപാട് അങ്ങോട്ട് അരയ്ക്കേണ്ട ഒരു കാര്യമില്ല. ജസ്റ്റ് മിക്സിയിൽ അങ്ങോട്ടൊരു കറക്കം ഇങ്ങോട്ടൊരു കറക്കം, സംഭവം റെഡി. ഇതുമാതിരി. പിന്നെ ഈ ഒരു കറിവേപ്പില നിങ്ങൾ കണ്ടാൽ അറിയാം കേട്ടോ. 3 ആഴ്ച കഴിഞ്ഞു. 3 ആഴ്ച കൊണ്ട് ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന കറിവേപ്പിലയാണ് കേട്ടോ. ഇതും കൂടെ അരപ്പിലോട്ട് ചേർത്ത് ജസ്റ്റ് അങ്ങോട്ടൊരു കറക്കം ഇങ്ങോട്ടൊരു കറക്കം. പിന്നെ എങ്ങനെയാണ് കറിവേപ്പില ഇതുമാതിരി ഫ്രഷ് ആയിട്ട് വച്ചിരിക്കുക എന്നുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ ഒരു 3 ആഴ്ചയല്ല കേട്ടോ, നമുക്കൊരു 6 മാസം വരെ നല്ല അടിപൊളിയായിട്ട് കറിവേപ്പില ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാമേ. അപ്പോൾ നമ്മുടെ അരപ്പക്കത ഇതുമാതിരി നമ്മൾ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചക്കയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ അരപ്പും ചേർത്ത് ഇതിലോട്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ മിക്സി കഴുകിയ വെള്ളം, അതായത് ഇതിലോട്ട് ഞാനിപ്പോൾ ചേർക്കുന്ന ഒരു 1/2 തൊട്ട് 1/4 കപ്പ് വരെ വെള്ളമാണ് ചേർക്കുന്നത്. ഇത് അധികം മൂക്കാത്ത ചക്കയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു 15 മിനിറ്റിൽ തന്നെ നമുക്ക് ഇവനെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ ബാക്കിയുള്ള ജോലികളൊക്കെ നടക്കുന്നുണ്ട്. മീൻകറിയും. ഇതാണ് ഞാൻ പറഞ്ഞ നല്ല വരിക്ക ചക്ക കേട്ടോ. ഇവിടെ ഇപ്പം നമുക്ക് മഴയും കാര്യങ്ങളൊന്നുമില്ല. ദൈവമേ, ചക്ക കിട്ടിയത് തന്നെ പുണ്യമെന്ന് പറഞ്ഞിരിക്കേണ്ട നല്ല അടിപൊളി മധുരമാണ്. ചോറായി, സോയാബീനായി, ഇങ്ങനത്തെയാണ് എൻ്റെ ഉച്ചവിശേഷങ്ങളും കൂടെ നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുകയാണ്. നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെയാണ് ഉച്ചഭക്ഷണം എന്നുള്ളത് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ വച്ചിട്ടുണ്ട്. ചക്കയിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് ആവിയൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അരപ്പും ചക്കയായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. പിന്നെ വേറെ ഒരു പരിപാടിയില്ല. ഒന്ന് അടച്ചു വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 മിനിറ്റും കൂടെ വേവിക്കാം. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ നല്ല അടിപൊളി കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ നിർബന്ധമാണ് കേട്ടോ. എങ്കിലാണ് ഇതിൻ്റെ ടേസ്റ്റ്. നമ്മൾ അവിയൽ ഉണ്ടാക്കുമ്പോഴും ലാസ്റ്റ് നമ്മൾ പച്ച വെളിച്ചെണ്ണയല്ലേ ചേർക്കുന്നത്. അതുമാതിരി കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല അടിപൊളി മീൻകറിയും ചക്കയവേലും ചോറും സെറ്റ്. വേണമെങ്കിൽ കുറച്ചൊരു മാങ്ങാക്കറിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ കൂടെ കൂട്ടാനും നിങ്ങൾ ആരും മറക്കരുതേ. ബൈ ബൈ, ടാറ്റാ.